ഹലോ ഗൈസ്, അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒന്ന് ചെന്നൈ വരെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്കായിരുന്നു ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നത്. AC കോച്ചായിരുന്നു എടുത്തത്. അതുകൊണ്ട് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായി തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റി. ഞങ്ങൾ പോകുന്നത് ചെന്നൈയിലെ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. ഇത് പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച സ്റ്റേഷനാണ് എന്നാണ് അറിയപ്പെടുന്നത്, ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ പോകേണ്ട സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നടക്കുന്ന വഴിയൊക്കെ നമ്മുടെ ഏകദേശം എറണാകുളം കൊച്ചി ടച്ചൊക്കെ കിട്ടുന്നുണ്ട്. മെയിൻ റോഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും നമ്മുടെ കേരളത്തിലെ റോഡും ഈ ചെന്നൈയിലെ റോഡും തമ്മിൽ. ഇത് ഇടവഴിയാണ്, അതുകൊണ്ടാണ് ലോക്കൽസൊക്കെ പോകുന്നതും പിന്നെ വെള്ളമൊക്കെ തളം കെട്ടി കിടക്കുന്നതും അങ്ങനെയൊക്കെ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഞങ്ങൾ പോകുന്നത് ചെന്നൈ സൺഡേ മാർക്കറ്റിലേക്കാണ്. കുറച്ച് ഒരു 10-15-20 മിനിറ്റോളം ഞങ്ങൾക്ക് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ സ്ഥലമെത്തി. ഇതാണ് ചെന്നൈ സൺഡേ മാർക്കറ്റ്, അതിൻ്റെ എൻട്രൻസ്, ഇപ്പുറത്തെ എൻഡിലെ എൻട്രൻസ്. ഫസ്റ്റ് തന്നെ ധാന്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഈ പെറ്റ്സിനൊക്കെ കൊടുക്കുന്നത്. വല്ലാണ്ടുള്ള ധാന്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് തന്നെ കണ്ടത്. പിന്നെ നമ്മുടെ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മീഡിയം, വലുത്, അങ്ങനെ ഓരോ സൈസായിട്ടൊക്കെ ഉണ്ടാവും. ലവ് ബേഡ്സ് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടത്. കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ ആ ഒരു കാഴ്ച. പിന്നെ ഇവിടെ കൂടുതലും കച്ചവടക്കാരുമുണ്ട്. ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാർ ഞങ്ങൾ അങ്ങനെ അധികം കണ്ടുമുട്ടിയില്ല. കൂടുതലും ഈ കാഴ്ചകൾ കാണാൻ വരുന്നവരാണ് കൂടുതലും, ഞങ്ങളെപ്പോലെ തന്നെ. ഇപ്പോൾ ഇപ്പോൾ എറണാകുളം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എറണാകുളം ബ്രോഡ്വേയിൽ നമ്മൾ ഇത് ഞങ്ങൾ സൺഡേ ആണ് കേട്ടോ ഈ വിഷ്വൽ എടുക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയത് സൺഡേ ആണ്. ഇപ്പോൾ നമ്മുടെ എറണാകുളം ബ്രോഡ്വേ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സൺഡേ അറിയാമല്ലോ, വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ തിരക്ക്. അത്രക്ക് കമ്പാരിറ്റീവ്ലി തിരക്കില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ ഗ്രോസറി, ക്ലോത്ത്സ് അങ്ങനെയല്ല, ഇങ്ങനെ പെറ്റ്സ്, പിന്നെ ഇങ്ങനെ ധാന്യങ്ങൾ, പിന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സെഗ്മെൻ്റായിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മത്സ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ സൺഡേ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഡെയിലി കച്ചവടക്കാരുണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി പോകാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. അത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അടുത്ത വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇത് ഒട്ടുമിക്കവർക്കും അറിയാൻ പറ്റുന്ന സ്ഥലമായിരിക്കും ഇത്, ചെന്നൈ സൺഡേ മാർക്കറ്റ്. കാരണം ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട് ചില ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ. ഞങ്ങൾക്ക് കണ്ടതിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ ഷുഗർ ഗ്ലൈഡേഴ്സിനെയാണ്. ഇതിപ്പോൾ തന്നെ അതിൻ്റെ ഫുട്ടേജ് കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു. അതിന് അവർ പറഞ്ഞ റേറ്റ് 5000 രൂപയാണ്. അതവർ കത്തിയടിച്ച് പറഞ്ഞതാണ്, അത്രയൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ. പിന്നെ ഞാൻ അതിൻ്റെ കയ്യിലൊക്കെ എടുത്തായിരുന്നു, ഫ്രണ്ട്സ് കയ്യിലെടുത്തായിരുന്നു. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഒരു കുഞ്ഞിതാണെങ്കിലും അതിൻ്റെ നഖങ്ങൾ ഇത്തിരി ടെററാണ്, എന്നാലും നമുക്കങ്ങനെ കുഴപ്പമില്ല. എന്താ പറയുക, അതൊരു പ്രത്യേക ഒരു ഫീലാണ് അതിനിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ. നമ്മൾ കുഞ്ഞു കിളികളെയൊക്കെ എടുക്കുന്ന പോലെ. പക്ഷേ ഇതെന്ന് വെച്ചാൽ എൻ്റെ കാല് അതിൻ്റെ നഖങ്ങൾ വെച്ച് ഇങ്ങനെ അള്ളിപ്പിടിച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫീലിങ്, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. കുറച്ച് നേരം ഇതിനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ ചെന്നൈ സൺഡേ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അവിടുന്ന് തിരിച്ചിറങ്ങി നടന്ന് അടുത്തൊരു മെട്രോ സ്റ്റേഷൻ കണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈ മെട്രോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെട്രോയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ളും അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല.
പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയമായിട്ട് കാണാം. എൻ്റെ ചാനലും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ സൈനിങ് ഔട്ട് ബൈ ആലൻ.